റെസിപ്പി ആവാം. അടിപൊളി ടേസ്റ്റില് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ. അതിനുവേണ്ടി അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നൈസ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാലിലേക്ക് 1 മുട്ടയും ജീരകവും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ച് ഇതുപോലെ അരിച്ചെടുക്കാം. അരിച്ചെടുത്ത തേങ്ങാപ്പാല് നമ്മുടെ മാവിലോട്ട് അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി കലക്കി ഇത് കട്ടകളൊന്നും ഇല്ലാത്ത ഇതുപോലെ ബാറ്റർ ആയിരിക്കണം. ഇനി അതിലേക്ക് എക്സ്ട്രാ ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ലിക്കൊക്കെ അവിച്ച് വേവിക്കൂലേ, ആവി കയറ്റി വേവിക്കൂലേ, അതുപോലെ ഇതും ആവി കയറ്റി വേവിക്കേണ്ടത്. ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ തടവിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് വേണം നമുക്ക് അത് മൂടേണ്ടത്. ഇല്ലെങ്കിൽ ആ പാത്രത്തിലുള്ള വെള്ളം നമ്മുടെ കിടത്തപ്പത്തിലേക്ക് വീണ് ബബിൾ മാതിരിയായി. അപ്പൊ അത് വരാതിരിക്കാനാണ് ഇതുപോലെ തുണി കെട്ടിയ പാത്രം കൊണ്ട് മൂടി ആവി കയറ്റി വേവിക്കുന്നത്. ഓക്കെ, നമുക്ക് ആവി കയറ്റുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ജീരകത്തിലും കുഴപ്പമില്ല. മുതിർന്നവർക്കാണെങ്കിൽ 2-3 ജീരകം അതിന്റെ മുകളിൽ വിതറിയാല് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് കിടത്തപ്പാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അവരവരുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയും പുതിയ പുതിയ വെറൈറ്റി ഡിഷായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പൊ എന്റെ ചാനലായ ആദിലക്ഷ്മി കിച്ചൻ വേണ്ടി കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ ബൈ ഫ്രണ്ട്സ്.